ഇപ്പോൾ മദ്യാസക്തനായ ഒരാൾ കൂടി നിർത്താൻ ആഗ്രഹിക്കുമ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത് വൺ ഡേ അറ്റ് എ ടൈം എന്നാണ്. ഇന്ന് ഒരു ദിവസത്തേക്ക് കൂടി നിർത്തുക, അത് മാത്രം ചെയ്താൽ മതി. ഇന്ന് ഒരു ദിവസത്തേക്ക് കൂടി നിർത്തുക എന്നുള്ള ഒരു ആശയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. പ്രത്യേകിച്ച് നമ്മൾ ഈ സ്റ്റെപ്പ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ പടി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഹയർ പവറുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കലാണ്. അല്ലെങ്കിൽ ദൈവത്തിന് ഒരു പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കാനോ ഉള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ഞാൻ സ്വാതന്ത്ര്യം നേടുന്നത് മദ്യത്തിൽ നിന്നാണ്. എനിക്ക് അതിനു വേണ്ടിയിട്ട് വായിക്കേണ്ടത് പ്രധാനപ്പെട്ട ബുക്കാണ് ബിഗ് ബുക്ക് അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് ബിഗ് ബുക്ക്. ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന ബിഗ് ബുക്ക്. നമുക്കറിയാം, ഈ സ്റ്റെപ്പ് 4 ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും നമുക്ക് ഒറ്റ പ്രാവശ്യം അല്ലെങ്കിൽ ഒറ്റ തവണ ചെയ്യാൻ തീർക്കേണ്ടതാണ് സ്റ്റെപ്പ് 4 എന്ന്. അല്ല, നമുക്ക് റെഗുലർ ബേസിസിൽ ഇത് ചെയ്യേണ്ടി വരും. നമ്മൾ 4-ാം പടി വീണ്ടും ചെയ്യേണ്ടി വരും. തെറ്റുകൾ ചെയ്യുമ്പോഴെല്ലാം 10-ാം പടിയിൽ നമ്മൾ ഏറ്റുപറയേണ്ടി വരും. അപ്പോൾ പല സ്റ്റെപ്പുകളും നമ്മൾ വീണ്ടും വീണ്ടും ജീവിതാവസാനം വരെ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അപ്പോൾ മറ്റ് അംഗങ്ങളുടെ അനുഭവങ്ങളുമായിട്ട് നമ്മുടെ അനുഭവങ്ങളെ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ സ്റ്റോണും കോർണർ സ്റ്റോണും കീ സ്റ്റോണും അല്ലെങ്കിൽ ആണിക്കല്ല്, മൂലക്കല്ല്, അടിക്കല്ല് എന്ന് പറയുന്ന ഈ കല്ലുകൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സുബോധമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ ഈ ബിഗ് ബുക്ക് ഈ സുബോധത്തെ നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ സജസ്റ്റഡ് അല്ലെങ്കിൽ നിർദ്ദേശിച്ചിരിക്കുന്ന സ്റ്റെപ്പ് എന്നതിന് പകരം എനിക്ക് കുടിക്കാതിരിക്കുന്നതും മീറ്റിങ്ങിലേക്ക് കടന്നു പോകുന്നതും എല്ലാം നമ്മുടെ റിക്കവറിയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ നമ്മുടെ പൊതുപ്രശ്നമായ അമിത മദ്യാസക്തി എന്ന് പറയുന്ന പ്രശ്നമാണ് നമ്മളെല്ലാവരെയും ചേർത്ത് നിർത്തുന്നത്. ഇപ്പോൾ ഡോക്ടറുടെ അഭിപ്രായം മുതൽ ആദ്യത്തെ 52 പേജുകളിലായി 1-ാം പടിയെ പറ്റിയാണ് വിവരിക്കുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യം എൻ്റെ ശരീരത്ത് കയറിക്കഴിയുമ്പോൾ ഒരു അബ്നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു അസാധാരണമായ ഒരു പ്രതിപ്രവർത്തനം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് അലർജി ഉണ്ടാകുന്നുണ്ട്. അടുത്തതായിട്ട് എനിക്ക് ക്രേവിംഗ് ഉണ്ടാകുന്നുണ്ട്. മെൻ്റൽ ഒബ്സഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് വീണ്ടും വീണ്ടും കുടിക്കണമെന്നുള്ള ഒരു കാര്യം എൻ്റെ ശരീരത്ത് സംഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ കൃത്യമായി മനസ്സിലാക്കണം. അതെന്നെ റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ, ഡിസ്കണ്ടന്റിലേക്ക് അല്ലെങ്കിൽ അസ്വസ്ഥനും ചുണ്ടിക്കാരനും അസംതൃപ്തനുമാകുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേരുന്നു. അപ്പോൾ ഇതൊരു ഡിസീസാണ്. അത് അനായാസം അല്ലെങ്കിൽ ഈസായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. എൻ്റെ ഒരു കാര്യത്തിൽ മദ്യം അല്ലെങ്കിൽ കുറച്ച് മദ്യം എടുത്തു കഴിയുമ്പോൾ എനിക്കത് ഡിസീസായിട്ട് മാറുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു എൻ്റയർ സൈക്കിക് ചേഞ്ചിന് ഞാൻ തയ്യാറാകുന്നില്ല, ഒരു മാനസിക മാറ്റത്തിന് തയ്യാറാകുന്നില്ല എങ്കിൽ എൻ്റെ റിക്കവറിക്ക് വളരെ ചെറിയ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോപ്പ് ഡ്രിങ്കിങ് ആൻഡ് സ്റ്റോപ്പ് സഫറിങ് അല്ലെങ്കിൽ എൻ്റെ ഡ്രിങ്കിങ് നിർത്തുന്നതോടൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെയാണ് എൻ്റെ സഫറിങ് അല്ലെങ്കിൽ ഈ ദുരിതം അനുഭവിക്കുന്ന എൻ്റെ അവസ്ഥയെ മാറ്റി നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മദ്യത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ ചോയ്സുമില്ല. എനിക്ക് ആ പവർ ഞാൻ ലംഘിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിൽ പവർ എന്ന് പറയുന്ന അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു ധൈര്യത്തിൽ എനിക്ക് കുടിക്കാതിരിക്കാൻ പറ്റുന്ന അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മദ്യം കഴിഞ്ഞ് അവസാനമുണ്ടായ പല പ്രശ്നങ്ങളും അടുത്ത കുടിയിലേക്ക് അടുക്കുമ്പോൾ ഞാൻ മറന്നു പോകുന്നു. ഒരുപക്ഷെ ഞാൻ എൻ്റെ ഭാര്യയെ തല്ലിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഞാൻ കുറേ പൈസ നശിപ്പിച്ചിട്ടുണ്ടാകാം, വീട് വിറ്റിട്ടുണ്ടാകാം, കാറ് വിറ്റിട്ടുണ്ടാകാം, എനിക്കെന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ 1 മാസമോ 2 മാസമോ കഴിയുമ്പോൾ വീണ്ടും ഞാൻ മദ്യത്തിലേക്ക് പോകുമ്പോൾ, അടുത്ത കുടിയിലേക്ക് പോകുമ്പോൾ ഈ പഴയ കാര്യം ഞാൻ മറന്നു പോകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യത്തെ കുടിയെ ഉപേക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഡ്രിങ്കിനെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത് ആദ്യത്തെ കുടിയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതിൻ്റെ കൃത്യമായ ബോധ്യം ഞാൻ ഉണ്ടാക്കേണ്ടതുണ്ട്. അത് ഉണ്ടാക്കിയെടുക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ചിലപ്പോൾ എൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്സ്, എൻ്റെ ഭാര്യയുമായിട്ടോ എൻ്റെ ജോലി സ്ഥലത്തോ മറ്റ് കൂട്ടുകാരുടെ ഇടയിലൊക്കെ
എനിക്ക് പ്രശ്നങ്ങളുണ്ടായതുകൊണ്ടും എൻ്റെ ഫീലിങ്സിനെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്നെ ഡിപ്രഷനിലേക്കും നിരാശയിലേക്കും ഒക്കെ നയിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഭയത്തിലേക്ക് നയിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ സന്തോഷമില്ലാത്തൊരവസ്ഥയിലേക്ക് നയിച്ചതുകൊണ്ടാണ് ഞാൻ മദ്യപിക്കാതിരിക്കേണ്ടതിൻ്റെ ആവശ്യകത എനിക്ക് ബോധ്യമായി. അപ്പോൾ ഇവിടെ വെച്ച് എനിക്ക് പവറില്ല, എനിക്ക് ഒരു ന്യൂ മാനേജറെ എൻ്റെ ജീവിതത്തിൽ വേണമെന്ന് എനിക്ക് മനസ്സിലാക്കുന്നു. അങ്ങനെ ഞാൻ സ്റ്റെപ്പ് 2 അല്ലെങ്കിൽ നമ്മുടെ കോർണർ സ്റ്റോണിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു അമിത മദ്യപാനാസക്തിയെ പറ്റി ഉള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അമിത മദ്യപാനാസക്തനല്ലാത്ത ഒരാളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഈ ചാപ്റ്റർ 4 അല്ലെങ്കിൽ അധ്യായം 4 എത്തുമ്പോൾ നമുക്ക് പൂർണ്ണമായും മനസ്സിലാവും. അതായത് മദ്യത്തിൽ നിന്ന് മുക്തി നേടാൻ സത്യസന്ധമായി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾക്കത് പൂർണ്ണമായി സാധിക്കാതെ വരുമ്പോഴോ, കുടിക്കുന്ന അളവിൻ്റെ കാര്യത്തിൽ ഒട്ടും നിയന്ത്രണമില്ലാതിരിക്കുമ്പോഴോ നമ്മൾ മിക്കപ്പോഴും ഒരു അമിത മദ്യപാന രോഗിയാണ്. അപ്പോൾ ഇവിടെ വെച്ചാണ് നമുക്ക് മനസ്സിലാകുന്ന 2ാം പടിയുടെ ഒരു പ്രാധാന്യം. അതായത് സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ ആധ്യാത്മികമായ ഒരു അനുഭവത്തിലൂടെ മാത്രം കീഴ്പ്പെടുത്താവുന്ന ഒരു രോഗം മൂലം നമ്മൾ ക്ലേശിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആത്മീയത എന്ന് പറയുന്ന ഒരു ശക്തി കണ്ടെത്തലിലൂടെയാണ് നമുക്ക് ഈ ആൽക്കഹോളിസത്തിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുകയുള്ളൂ എന്ന് ഇവിടെ മനസ്സിലാക്കും. അപ്പോൾ ഇത്രയും കാലം മദ്യപിക്കാനുള്ളതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു? വേണ്ടത്ര ശക്തി ഇല്ലാത്തതിൻ്റെ അഭാവമായിരുന്നു. അതായിരുന്നു ഓരോ മദ്യാസക്തിൻ്റെയും ഗതികേട്. ഞങ്ങൾക്ക് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ട ഒരു സാഹചര്യം നൽകുന്ന ഒരു ശക്തിയെ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. അതാകട്ടെ വളരെ സ്പഷ്ടവും ഞങ്ങളെക്കാൾ മഹത്തായ ഒരു ശക്തി ആയിരിക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ എവിടെ എങ്ങനെ ഈ ശക്തിയെ ഞങ്ങൾക്ക് കണ്ടെത്താനാവും? ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രന്ഥം ശരിക്കും അതിനു വേണ്ടിയുള്ളതാണ്. നമ്മളോട് പറയുന്നത് സ്റ്റെപ്പ് 2 പറയുന്നത് ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പുസ്തകം ഈ ശക്തിയെ കണ്ടെത്താനുള്ള ഒരു മാർഗമാണ്. അതായത് നമ്മളുടെ പ്രശ്നം പരിഹരിക്കാൻ പ്രാപ്തിയുള്ള നമ്മളെക്കാൾ വലിയൊരു ശക്തിയെ കണ്ടെത്തുക എന്നതാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിന്റെ പ്രധാന ഉദ്ദേശം. അടുത്തതായിട്ടുള്ള മൂലക്കല്ല്, കീസ്റ്റോൺ കണ്ടുപിടിക്കാനുള്ള പ്രധാനപ്പെട്ട ഭാഗമാണ് പേജ് നമ്പർ 54 മുതൽ 63 വരെ. മൂലക്കല്ലല്ല, ആണിക്കല്ല്. ആണിക്കല്ലാണ് കീസ്റ്റോണ്. മൂലക്കല്ല് എന്ന് പറഞ്ഞാൽ കോർണർ സ്റ്റോൺ ആണ്. അപ്പോൾ മൂലക്കല്ല് കഴിഞ്ഞിട്ടാണ് നമുക്ക് കീസ്റ്റോൺ പടി 3 വരുന്നത്. അത് വിവരിക്കുന്നത് പേജ് 54 മുതൽ 63 വരെയാണ്. അപ്പോൾ സത്യത്തിൽ ഞങ്ങൾ സ്വയം വിഡ്ഢികളാവുകയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഓരോ മനുഷ്യൻ്റെയും സ്ത്രീയുടെയും ശിശുവിൻ്റെയും ഉള്ളിൽ ദൈവം എന്ന അടിസ്ഥാനപരമായ ആശയമുണ്ട്. അപ്പോൾ നമുക്ക് കൊടും ദുരിതം മൂലമോ പൊള്ളയായ പൊങ്ങച്ചം മൂലമോ മറ്റു വല്ലതിനെയും പൂജിക്കുന്നത് മൂലമോ അത് ദുഷ്പ്രഭമായിട്ടുണ്ടാകും. പക്ഷേ എന്തെങ്കിലും തരത്തിൽ അതുണ്ട്. കാരണം നമ്മളെക്കാൾ വലിയൊരു ശക്തിയിലുള്ള വിശ്വാസവും മനുഷ്യ ജീവിതത്തിൽ ആ ശക്തിയുടെ അത്ഭുതകരമായ വിളയാട്ടവും മനുഷ്യരാശിയോളം തന്നെ പഴക്കമുള്ള വസ്തുതയാണ്.